വീണ്ടും കേരള വാർത്തകളിലേക്ക്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിൽ റാഗിംഗ് എന്ന് പരാതി. ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് റാഗ് ചെയ്ത 6 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പിന്നിലും വലത് കാൽ തുടയിലും പരിക്കുണ്ട്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. നമ്മുടെ കോളേജിൽ വളരെ ശക്തമായിട്ടാണ് നമ്മളുടെ ഗ്രീവൻസ് സെല്ല്, ആന്റി റാഗിംഗ് സെല്ല്, ഡിസിപ്ലിൻ കമ്മിറ്റി നമ്മളെല്ലാ മാസവും കൂടാറുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂസ് നമുക്ക് ഇത്രയും വർഷമായിട്ടും അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ പോലും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന് ടീച്ചേഴ്സിന് കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പം കുട്ടികൾ ഫസ്റ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ചില ലൊക്കേഷൻസ് ഉണ്ടാവുമല്ലോ, ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ലൊക്കേഷനിലൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ബ്രേക്ക് ടൈമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നൊരു സംവിധാനമാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഇപ്പം ഈ കോളേജ് ഡേ അനുബന്ധമായിട്ട് ചെറിയൊരു അവർ കൂളിംഗ് ക്ലാസ്, ഒരു കുട്ടി കൂളിംഗ് ക്ലാസ് വെച്ച് ജൂനിയർ, അതിൻ്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു തള്ളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മളതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു, ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 4-5 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട്, ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരാവശ്യപ്പെട്ട പ്രകാരം. അപ്പോൾ അവരുടെ നടപടി ഇനിയിപ്പം കൂടുതൽ എന്താണെന്നുള്ളത് നമുക്കറിയണം. അപ്പം ഒന്നും പിന്നെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നമ്മളെ CCTVയുടെ ഫുട്ടേജ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. കുട്ടികളിപ്പം ക്യാമ്പസിലില്ല, ഈ 2 കുട്ടികളുടേതായ രീതിയിൽ ചെറിയ ഇതൊക്കെ പലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ കാര്യമായിട്ട് പേരൻസിനെ വിളിക്കും, പേരൻസുമായിട്ട് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് കുട്ടികളെ കഴിവതും നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പോളിസി ഉള്ളത്. അതെ 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 കാരണം നമ്മളുടെ കയ്യിൽ നിന്നൊന്നും പെട്ടെന്ന് അങ്ങനെ മിസ് ചെയ്ത് പോകാറില്ല. നമ്മൾ വളരെ വിജിലൻ്റ് ആണ്, സ്റ്റാഫ് നല്ലപോലെ കോപ്പറേറ്റീവാണ്. അതുപോലെ തന്നെ നമ്മളുടെ സീനിയർ കുട്ടികളാണെങ്കിലും ഒരു വിഭാഗം നല്ല സപ്പോർട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു നമുക്ക് ആ ഒരു ഫാമിലി കൺസെപ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ വന്നപ്പോൾ നമ്മൾ ഉടനെ അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മളെ കഴിവതും കുട്ടികളെ ചേർത്ത് പിടിക്കാനാണ് നോക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൗൺസിലർ ഉണ്ട്. അപ്പം കൗൺസിലിംഗ് നല്ല ആക്റ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പേരൻസുമായിട്ട് നിരന്തരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട്. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഈ റാഗിംഗ് എന്ന് കൂടിയാണോ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്? ഈ പരാതി, ഇത്തരത്തിലുള്ള പരാതികൾ മുൻപ് വന്നിട്ടില്ലേ? ഇപ്പോൾ ഉയർന്ന പരാതികൾ ഏത് തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് കൂടിയാണ് പറയുന്നത്. എങ്ങനെയുള്ള പരിക്കാണ് ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത്? പിടിച്ചു തള്ളിയെന്നാണ് പ്രിൻസിപ്പൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത്. ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി കോളേജ് ഡേ നടന്നപ്പോൾ കൂളിംഗ് ക്ലാസ് വെച്ച്, കോളേജിലെ ആർട്സ് ക്ലബിന്റെ ഡേ നടന്ന ദിവസം കൂളിംഗ് ക്ലാസ് വെച്ച് കോളേജിൽ എത്തി എന്നതാണ് സീനിയർ വിദ്യാർത്ഥികൾ ഒരു പ്രശ്നമായി കണ്ടത്. അതിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ. ഈ കുട്ടിയുടെ തലയ്ക്ക് പിൻഭാഗത്തും കാലിനും പരിക്കേറ്റിട്ടുണ്ടെന്നും പറയുന്നു. 2 വിദ്യാർത്ഥികൾ, കോളേജിലെ അടക്കം 6 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഈ വിദ്യാർത്ഥി കണ്ടാൽ തിരിച്ചറിയുന്ന 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റിരിക്കുന്നത്. 3ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം എന്നിവരും ഈ കണ്ടാലറിയുന്ന മറ്റ് 4 വിദ്യാർത്ഥികളും ചേർന്നാണ് മർദ്ദിച്ചെന്ന് പറയുന്നു. തലയ്ക്ക് പിന്നിലും വലതു കാൽ തുടയിലും പരിക്കുകളേറ്റിട്ടുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചതാണ് പ്രകോപനത്തിന് കാരണമായി സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞത്. അവർ ഈ കൂളിംഗ് ഗ്ലാസ് അഴിച്ചു വെച്ച ശേഷമാണ് മർദ്ദനം നടത്തിയത്. കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അത് അഴിച്ചു വെപ്പിച്ച ശേഷം മർദ്ദനം നടത്തിയത്. ഇന്നലെ വൈകുന്നേരം 14-ാം തീയതി 6:45 ആ സംഭവം നടക്കുകയും ചെയ്ത് ഇതിനുശേഷം
2 ദിവസം കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഇന്നലെയാണ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള കോളേജിലെ ആഭ്യന്തര സമിതി, ഈ റാഗിംഗ് വിരുദ്ധ സമിതിയൊക്കെ ഇക്കാര്യത്തിൽ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് തെളിവുകളൊക്കെ ശേഖരിച്ചു. അതിനുശേഷമാണ് ഈ 6 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഇതിനുശേഷം പരാതി പോലീസിന് കൈമാറുകയും പോലീസ് FIR ആന്റി റാഗിംഗ് നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരാതി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലേ? വളരെ കൃത്യമായ രീതിയിൽ നടപടികൾ എടുക്കുന്നുണ്ട് കോളേജിൽ എന്ന് അധികൃതർ ആവർത്തിച്ചു പറയുമ്പോൾ ഈ കോളേജ് അധികൃതർ തന്നെ പറയുന്ന വളരെ അച്ചടക്കത്തോടുകൂടി പോകുന്ന ഒരു കോളേജാണ്. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഈ നിസ്സാരമായ പ്രശ്നങ്ങൾ, വാക്കേറ്റമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ കൃത്യമായി ഇടപെടുകയും രക്ഷകർത്താക്കളെ വിളിക്കുകയും അവർക്ക് കൗൺസിലിംഗ് ഒക്കെ നടത്തി സാധാരണ നിലയിലേക്ക് കോളേജിൽ കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. കാരണം നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തുകയോ അവർക്ക് ഭാവിയിൽ പ്രശ്നമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളാക്കുകയോ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു സംഭവം ആദ്യമായാണ് എന്ന് ആണ് പ്രിൻസിപ്പൽ പറയുന്നത്. പക്ഷെ പ്രിൻസിപ്പൽ പറയുമ്പോഴും അതൊരു കേവലം ഒരു കയ്യേറ്റം മാത്രം നടന്നു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് കൂടുതൽ അനിഷ്ടകരമായ സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള നീക്കം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കൃത്യമായ പരാതി കുട്ടിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും അതിനെ തുടർന്ന് ആന്റി റാഗിംഗ് സെല്ല് ഈ വിഷയത്തെ പറ്റി അന്വേഷിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെയും ഒപ്പം ഈ സാക്ഷികളായ സഹപാഠികൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി തന്നെ ഇവർക്ക് ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും 6 വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഒരു സ്ഥലത്ത് റാഗിംഗ് നടന്നു എന്ന റിപ്പോർട്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ പരാതി ലഭിക്കുകയോ അതിന്റെ മേൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയോ ചെയ്താൽ അത് പോലീസിന് കൈമാറണം എന്നതാണ് ചട്ടം. ഇതനുസരിച്ച് തങ്ങൾ ഈ പരാതി പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. ഇനി അനുബന്ധ നടപടികളിലേക്ക് പോലീസ് കടക്കട്ടെ എന്ന നിലപാടിലാണ് കോളേജ്. എന്തായാലും കോളേജിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു സമീപനമുള്ള ഒരു റാഗിംഗ് നടക്കുന്നത് എന്നാണ് കോളേജ് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സനീഷ് കുമാർ, ഏതായാലും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട പരാതിയാണെന്നുള്ളൊരു അവകാശവാദം കോളേജിന്റെ ഭാഗത്തു നിന്ന്. ഹോളി ക്രോസ് കോളേജിലെ റാഗിങ്ങിലാണ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ പുതിയ FIR-ഉം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2ാമത് മർദ്ദനമേറ്റ ബിൻസ് ജോൺസന്റെ പരാതിയിലാണ് കേസെടുത്തത്. 1-ാം വർഷ വിദ്യാർത്ഥികളായ 7 പേരെ പ്രതി ചേർത്താണ് കേസ്. 7 പേരെയും നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. ആലപ്പുഴ തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും അപകടം. JCB ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തുറവൂർ സ്വദേശി പ്രവീണാണ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലോ വീണ്ടും ജീവനൊടുങ്ങിയിരിക്കുന്നത്? അപർണ, അരൂർ ഭാഗത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും 4ഓളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി പരാതി ഉയർന്നതിനെ തുടർന്ന് ചില ഭാഗങ്ങളൊക്കെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാരൽ റോഡുകളൊക്കെ തന്നെ വൃത്തിയാക്കി തുടങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും സഞ്ചാരയോഗ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. JCB ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരന് മരണം സംഭവിച്ചത്. തുറവൂർ